ஐயா வணக்கம். തിരുവനന്തപുരം നിവാസികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. തിരുവനന്തപുരം നിവാസികളുടെ മാത്രമല്ല കേരളക്കരയുടെ ആകെ ഒരു അഭിമാനമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. പോരാത്തതിന് നമ്മുടെ രാജ്യവും ലോകവും മുഴുവൻ അത്ഭുതപൂർവ്വം നോക്കിക്കാണുന്ന ഒരു നിർമ്മിതി കൂടിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിർമ്മിതി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മഹാക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ആചാര ലംഘനങ്ങളും വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയും അവിടെയുള്ള CCTV ഫുട്ടേജുകൾ വരെ ഡിലറ്റ് ചെയ്ത് കളഞ്ഞ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് നിന്ന് തന്നെ പുറത്തു വരുന്നത്. നമുക്കറിയാം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിധിക്ഷേപം കണ്ടെത്തുന്നതിന് മുമ്പ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ആർക്കും വേണ്ടായിരുന്നു. പക്ഷേ നിധിശേഖരം കണ്ടെത്തിയ ശേഷം നമ്മുടെ സർക്കാർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ പിടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ സുപ്രീം കോടതി വരെ പോയി പോരാടി, ഇവിടെയുള്ള രാജകുടുംബം അടക്കം പോയി പോരാടി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനെതിരെ സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു വലിയ രീതിയിലുള്ള നീക്കം നിർവീര്യമാക്കി. അതിനുശേഷം സുപ്രീം കോടതി അവിടെ ഒരു ഭരണസമിതിയെ നിയോഗിച്ചു. ഈ ഭരണസമിതിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇവിടെ ഭരണം മുഴുവൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണസമിതി അതിനകത്ത് നിയോഗിച്ച ശേഷം ഭരണസമിതി എല്ലാം കൂടെ സെലക്ട് ചെയ്ത് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടെ വെച്ചിട്ടുണ്ട്. മഹേഷ് ചന്ദ്രൻ എന്നാണ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേര്. കഴിഞ്ഞ ദിവസം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നു. അതായത് മഹേഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇയാളുടെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ചിക്കൻ ബിരിയാണി വിളമ്പി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ ചുറ്റുമൊന്ന് നമുക്ക് നടന്നാൽ അറിയാൻ സാധിക്കും. അതിന്റെ ചുറ്റും ഇത്ര ചുറ്റളവിൽ മത്സ്യമാംസാദികളൊന്നും തന്നെ ആരും വിൽക്കുന്നില്ല. അത് വിൽക്കാനായിട്ട് നിരോധനം ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള ബഹുമാനം, അവിടെ ആചാരത്തോട് ഇവർ പുലർത്തുന്ന വലിയ രീതിയിലുള്ള ആദരവ്, അത് മാത്രമല്ല ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിശ്വാസികളോടുള്ള ആ വിശ്വാസത്തോടുള്ള ഇവരുടെ ഒരു കൂറ്, അതുകൊണ്ടാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരും നടത്താത്തത്. പക്ഷേ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ചിക്കൻ ബിരിയാണി വിളമ്പി എന്ന വാർത്ത ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പോരാത്തതിന് ഇത് പുറത്തു വരാതിരിക്കാനായിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ CCTV ഫുട്ടേജുകളിൽ നിന്ന് ഇത് അയാൾ ഡിലറ്റ് ചെയ്ത് കളഞ്ഞു എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ മഹേഷ് ചന്ദ്രൻ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ അത്യധികം ധാർഷ്ട്യപരമായിട്ടുള്ള സമീപനമാണ് പല ജീവനക്കാരോടും എടുക്കുന്നതെന്നും ജീവനക്കാരെ എല്ലാം ഇയാൾ ഹീനമായ പല കാര്യങ്ങൾക്കും നിയോഗിക്കുന്നുവെന്നും പോരാത്തതിന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ലംഘിക്കാൻ ഇയാൾ മുൻകൈ എടുക്കുന്നതെന്നും അതിനകത്ത് പച്ചയായിട്ടുള്ള അനാർക്കിസമാണ് ഇയാൾ കാണിക്കുന്നത് എന്നുമാണ് അതിനകത്ത് നിന്ന് തന്നെ വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇയാളുടെ ഡ്രൈവറുടെ മകന് ജോലി കിട്ടിയ സന്തോഷത്തിലാണ് ഇയാൾ അവിടെ ചിക്കൻ ബിരിയാണി വിളമ്പി അവിടെയുള്ള ജീവനക്കാർക്ക്, അതായത് എക്സിക്യൂട്ടീവ് ഓഫീസിലെ ജീവനക്കാർക്ക് സൽക്കരിച്ചത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പാർട്ടി തന്നെ ഇയാൾ അവിടെ നടത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പുറത്തായപ്പോൾ CCTV ഫുട്ടേജ് അടക്കം എടുത്ത് ഇയാൾ ഡിലറ്റ് ചെയ്ത് കളഞ്ഞു. നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വദേശി ദർശൻ പദ്ധതി വഴി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനടക്കം 100 കോടി രൂപയാണ് അവിടെ എത്തിയിരിക്കുന്നത്. ക്ഷേത്ര വികസനത്തിനും ക്ഷേത്ര ജീവനക്കാരുടെ ക്ഷേമത്തിനും ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസ് പ്രവർത്തിക്കാനും അടക്കമാണ് ആ തുക ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ തുകയിൽ നിന്നുമാണ് ഇയാൾ അടക്കമുള്ള ആൾക്കാർ കഞ്ഞി കുടിച്ചു പോകുന്നത്. ആ തുകയിൽ നിന്നും കഞ്ഞി കുടിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ നടത്തിയിരിക്കുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കുന്നു. പോരാത്തതിന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു കീഴ്വഴക്കമുണ്ട്. അതായത് ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് 5 ദിവസം ലീവ് കൊടുക്കണം എന്നുള്ളതാണ് കീഴ്വഴക്കം. ഇയാൾ വന്ന ശേഷം ആ കീഴ്വഴക്കം എടുത്ത് കളഞ്ഞു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് ആർത്തവ സമയത്ത് സ്ത്രീകളെ ഇയാൾ ജോലിക്ക് വിളിച്ചു വരുത്തുകയും സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടും അവിടെയുള്ള ജീവനക്കാർ തന്നെ ആരോപിക്കുന്നുണ്ട്. ഈ ആർത്തവ കാലത്ത് സ്ത്രീകളെ അവിടെ വിളിച്ചു വരുത്തുമ്പോൾ അവരുന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് ഓഫീസിലിരിക്കുന്ന ഫയല്, രജിസ്റ്റർ, ഡെസ്പാച്ച് പേപ്പർ അടക്കമുള്ളവ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് വരെ പോകുന്ന ഒരു സാധനമാണ്. അത്തരത്തിലൊരു സംഭവം അത് നടക്കുമ്പോൾ ഭക്തജനങ്ങൾക്കും വിശ്വാസികൾക്കും അടക്കം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട്, ഭക്തജനങ്ങൾക്കും വിശ്വാസികൾക്കും അവിടെയുള്ള സ്ത്രീ ജനങ്ങൾക്ക് തന്നെ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സ്ത്രീകൾക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കീഴ്വഴക്കം അനുസരിച്ച്, ആചാരം അനുസരിച്ച് സ്ത്രീകൾക്ക്, ആർത്തവകാരികളായിട്ടുള്ള സ്ത്രീകൾക്ക്, അവിടെയുള്ള ജോലി ചെയ്യുന്ന ജീവനക്കാർക്കായാലും ശരി തന്നെയാണ്, ആർത്തവകാരികളായിട്ടുള്ള സ്ത്രീകൾക്ക് അവധി കൊടുക്കും. ആർത്തവകാരികളായിട്ടുള്ള സ്ത്രീകൾക്ക് അവർ അവധി കൊടുക്കും വിത്ത് സാലറി. ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കീഴ്വഴക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു നീക്കം ഇയാൾ നടത്തി. പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 7 വർഷമായിട്ട് താഴികക്കുടമില്ല എന്നുള്ളതാണ്. ഈ 7 വർഷമായിട്ട് താഴികക്കുടമില്ല. മഹാക്ഷേത്രങ്ങൾ ഏത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും താഴികക്കുടമില്ലാത്ത ഒരു മഹാക്ഷേത്രവും കാണുന്നില്ല. താഴികക്കുടമില്ലെങ്കിൽ
ആ മഹാക്ഷേത്രത്തിന്റെ ചൈതന്യം ക്ഷയിച്ചു എന്നുള്ളതാണ് ആചാരപരമായിട്ടുള്ള വിശ്വാസം. അങ്ങനെയുള്ള താഴേക്കുടം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇല്ല. അതിന്റെ താഴ്വാരത്തിന്റെ പണി പൂർത്തിയാക്കാൻ ഇയാൾ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഇയാൾ മുൻകൈ എടുക്കുന്നില്ല എന്നും അവിടെയുള്ള ജീവനക്കാർ ആരോപിക്കുന്നുണ്ട്. ഇത് വലിയ രീതിയിലുള്ള മാനസികമായിട്ടുള്ള ക്ലേശം അവിടെയുള്ള ഭക്തർക്കിടയിലും ജീവനക്കാർക്കിടയിലും ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് വേറൊരു ആരോപണമുണ്ട്. ഇതേ തുടർന്ന് ഹൈക്കോടതിയിൽ ഒരു കേസ് 59/22 എന്ന പേരിൽ നടക്കുന്നുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം 2022 ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് നിന്നും അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ കടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയും ജീവനക്കാർ പറയുന്നുണ്ട്. അതായത് ക്ഷേത്രത്തിൽ 2022 ഇൻവെന്ററി സെക്ഷൻ എടുത്ത് കാത്തു സൂക്ഷിക്കാൻ നിയമിച്ച ജഡ്ജിന്റെ കാൽക്കീഴിൽ നിന്നാണ് ഇവ പോയിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നടവരവ്, പൂവട്ടക, അതിനകത്തുള്ള വെള്ളിക്കിണ്ണം, ഭഗവാന്റെ രുദ്രാക്ഷമാല, ഇത്തരത്തിലുള്ള 4 അമൂല്യമായ വസ്തുക്കൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കടത്തപ്പെട്ടു എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ജുഡീഷ്യറിക്കെതിരെ ജുഡീഷ്യറി തന്നെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇയാൾ മഹേഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ഈ വ്യക്തി കാണിക്കുന്ന വലിയ രീതിയിലുള്ള അനാർക്കിസം, അനാദരവ്, അല്ലെങ്കിൽ വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം നമുക്ക് കണ്ടാൽ അറിയാം, 3 മണിക്കാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, അതായത് രാവിലെ 3 മണിക്കാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങുന്നത്. 3:30ക്കാണ് നിർമ്മാല്യം, അതായത് ആദ്യമായിട്ട് രാവിലെ നട തുറക്കുന്നത് നിർമ്മാല്യം. അത് കാണാനെത്തുന്ന ഭക്തജനങ്ങളെ പോലും ബുദ്ധിമുട്ടിക്കുന്ന പല കാര്യങ്ങളും ഇയാൾ അവിടെ നടത്തുന്നു. ക്ഷേത്രത്തിന്റെ ഓഫീസിൽ ചിക്കൻ ബിരിയാണി വിളമ്പി പാർട്ടി ഇയാൾ നടത്തി എന്നുള്ളത് പറയുമ്പോൾ പ്രധാനമായും എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷയ്ക്കായിട്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ആ ക്ഷേത്രത്തിന്റെ സാങ്ക്ടിറ്റി കാത്തു സൂക്ഷിക്കുന്ന രീതിയിലാണ് ക്ഷേത്രത്തിലെ പല കാര്യങ്ങളും നോക്കി നടത്തുന്നത് എന്ന് നമുക്ക് അകത്ത് കയറിയാൽ എല്ലാവർക്കും മനസ്സിലാവും. ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അതിനകത്ത് പണിയെടുക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ പോലും ചെയ്യാത്ത കാര്യം, പോലീസ് ഉദ്യോഗസ്ഥർക്ക് സെൻഡ് ഓഫിന് അവർ പോലും അവിടെ ചെറിയ രീതിയിലുള്ള സെൻഡ് ഓഫ് മാത്രമേ നടത്താറുള്ളൂ. ചെറിയ രീതിയിലുള്ള സെൻഡ് ഓഫ് എന്ന് പറയുമ്പോൾ ക്ഷേത്രം അനുശാസിക്കുന്ന ഭക്ഷണങ്ങൾ, ചായ, വട, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മാത്രമേ അവരതിനകത്ത് ഭക്ഷണ പദാർത്ഥങ്ങളായിട്ട് കൊടുക്കാറുള്ളൂ. പക്ഷേ ഇയാൾ വന്നു കഴിഞ്ഞ ശേഷം ക്ഷേത്രത്തിൽ ചിക്കൻ ബിരിയാണി വിളമ്പി എന്നുള്ള ഇത്തരത്തിലുള്ള ഒരു സംഭവം ഞെട്ടലോടുകൂടിയാണ് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പോലും കേട്ടതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് ഇത് പുറത്തു വരാതിരിക്കാനായിട്ട് CCTV ഫുട്ടേജ് അടക്കം ഇയാൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, ഇയാൾക്കെതിരെ നടപടിയെടുക്കാനായിട്ട് ഉന്നത ഭരണസമിതി യോഗം ചേരുന്നില്ല എന്നുള്ളതാണ്. ഭക്തജനങ്ങളും അതിനകത്തുള്ള ജീവനക്കാരും ശക്തമായിട്ട് പ്രതിഷേധിച്ചപ്പോൾ ഉന്നത ഭരണസമിതി യോഗം ചേരാമെന്ന് തീരുമാനമെടുക്കുകയും, പക്ഷേ എന്നിരുന്നാലും ഇയാൾക്കെതിരെ ഇയാൾ വളരെ വലിയ ഭരണ സ്വാധീനം അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാളാണെന്നൊരു ആരോപണമുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഭരണസമിതി അംഗങ്ങൾ ഇയാൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകില്ല എന്നുള്ള ഒരു ആരോപണം കൂടെ അവിടെ നിന്നും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, ദേവസ്വം ബോർഡ് ഓഫീസിന്റെ ക്യാൻറ്റീനിൽ ബീഫ് വിളമ്പിയ ഒരു വാർത്ത കുറച്ചു കാലം മുമ്പാണ് വലിയ രീതിയിൽ വിവാദമായത്. ദേവസ്വം ബോർഡ് ഓഫീസിന് മാത്രമല്ല, നമ്മുടെ സർക്കാരിന് വരെ അത് വലിയ രീതിയിൽ പിടിച്ചു കുലുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പ് അന്ന് കടകംപള്ളിയായിരുന്നു ദേവസ്വം മന്ത്രി, പുള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നേരത്തെയും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് കയറാനായിട്ട് ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ചുരിദാറിട്ട് കയറാമെന്നുള്ള ഡ്രസ് കോഡ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തിന് ഇവിടെയുള്ള പുരോഗമന ഇടതുപക്ഷവാദികളൊക്കെ വലിയ രീതിയിൽ തലയിലെടുത്ത് വെച്ചാണ് കൊണ്ടാടിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഭക്തജനങ്ങൾ ഇടപെട്ട് ആചാര മര്യാദകൾ പാലിച്ച് വേണം ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ എന്ന് ശക്തമായി പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് അത് മാറിക്കിട്ടിയത്. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച അതേ മോഡ് തന്നെയാണ്, അല്ലെങ്കിൽ അതേ ഫോർമാറ്റ് തന്നെയാണ് ഇവർ ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ശബരിമലയെ തകർക്കാനായിട്ട് ശ്രമിച്ചിട്ട് 2019 ഒലിച്ചുപോയ 19 സീറ്റ് ഇതുവരെ സർക്കാരിന് തിരിച്ചു കിട്ടിയിട്ടില്ല. 2019 സീറ്റ് ഒലിച്ചുപോയി, 2024 19 സീറ്റ് ഒലിച്ചുപോയി. രണ്ടാമത് പിണറായി സർക്കാരിന് ഭരണം കിട്ടിയപ്പോൾ ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാരൊക്കെ പറഞ്ഞത് കണ്ടോടാ, അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിണറായി സർക്കാരിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. പക്ഷെ അയ്യപ്പൻ്റെ പ്ലാൻ വേറെയായിരുന്നു. ലോകത്ത് എവിടെ ആയിരുന്നാലും രണ്ടാമത് ഭരണം കിട്ടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം നശിക്കും എന്നുള്ളത് ചരിത്രമാണ്. ബംഗാളിലൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ത്രിപുരയിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും, ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എവിടെ എടുത്ത് നോക്കിയാലും മനസ്സിലാവും. അതായത് രണ്ടാമത് ഭരണം കിട്ടിയ ശേഷം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് CPM ഇപ്പോൾ നേരിടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. CPMന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പാർട്ടിയിൽ യാതൊരുവിധ വിലയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് പാർട്ടി സഖാക്കൾ, താഴെത്തട്ടിലുള്ള സഖാക്കൾ തന്നെ പിണറായി സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും വടിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആരോപണങ്ങൾ ഒഴിഞ്ഞ് നേരമില്ല, പിണറായി വിജയന് ധാർഷ്ട്യമാണെന്ന് പറയുന്നു. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ സർക്കാരിന്, അതായത് നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു ഫോർമാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വെറും 20 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് CPM അല്ലെങ്കിൽ
CPM അല്ലെങ്കിൽ LDF മുന്നിട്ട് നിൽക്കുന്നത്. ബാക്കി 109 നിയമസഭാ മണ്ഡലങ്ങളിലും UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. 11ഇടത്ത് BJP മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ ഉഴലുകയാണ് CPM എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയ്യപ്പൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് വേറെയാണ്. നിങ്ങളെപ്പോലെയല്ല, ലോങ് ടേം പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് എടുത്ത് പറയണമെങ്കിൽ, അത്തരത്തിൽ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവും നശിപ്പിക്കാൻ അതിനകത്തുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ മുൻകൈ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഭരണസമിതി അംഗങ്ങൾ അതിനകത്ത് ഇടപെടണം. അതിനകത്ത് ഇടപെടാതെ ഇത്തരത്തിൽ CCTV ഫുട്ടേജുകളൊക്കെ ഡിലറ്റ് ചെയ്യുന്നു എന്ന് ആരോപിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ഷേത്ര സുരക്ഷയെ തന്നെ ഭീഷണിയിൽപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂട്ടുനിൽക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സമൂഹത്തിൽ നിന്നും ഭക്തജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇത് മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കുന്നില്ല എന്നും ജീവനക്കാരിൽ പല ആൾക്കാരും പറയുന്നുണ്ട്. അതിനകത്തുള്ള പല പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം പറയുന്നുണ്ട്. മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളല്ലേ, ഒരു ക്ഷേത്രം നശിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് സന്തോഷമെന്ന് വിചാരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളും അതിനകത്തിരിക്കുന്ന കമ്മിക്കുട്ടന്മാരുമാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ ഈ വാർത്ത കൊടുക്കും എന്നുള്ള യാതൊരുവിധ പ്രതീക്ഷയും ആർക്കും വേണ്ട. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നത് വലിയ രീതിയിലുള്ള മാനസിക വിഷമങ്ങൾ ഭക്തർക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. വലിയ രീതിയിൽ അവർ പ്രതിഷേധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ വാർത്ത കണ്ടില്ലെന്ന് നടിക്കാനും ആകില്ല എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഉന്നത ഭരണസമിതി യോഗം ചേരുന്നു എന്നാണ് പറയുന്നത്. അവിടെ മഹേഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ഈ വേട്ടാവളിയെതിരെ നടപടി ഉണ്ടാകുമോ എന്നാണ് പല ജീവനക്കാരും പല പോലീസ് ഉദ്യോഗസ്ഥരും ഉറ്റുനോക്കുന്നത്. ഭരണസമിതി യോഗം ഇയാൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല എന്ന് പറയുന്ന പല ആൾക്കാരുമുണ്ട്. പക്ഷേ ഭരണസമിതി യോഗം ഇയാൾക്കെതിരെ നിലപാടെടുത്തില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഭക്തജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.